ആദ്യത്തെ ഫലസൂചനകൾ മഹാഗഡ്ബന്ധനെ സംബന്ധിച്ച് ആശ്വാസദായകമല്ല. പക്ഷെ അവർ 40-ലേക്ക് ഉയർന്നു. പക്ഷേ 28 സീറ്റിന്റെ വ്യത്യാസം ഇപ്പോഴുമുണ്ട്. വളരെ ആരോഗ്യകരമായ വ്യത്യാസം നിലനിർത്താൻ, വളരെ സ്ട്രോങ് ആയ വ്യത്യാസം നിലനിർത്താൻ ഈ വോട്ടിംഗ് കണക്കുകൾ ആദ്യം പുറത്തു വരുമ്പോൾ, പോസ്റ്റൽ ബാലറ്റ് പുറത്തു വരുമ്പോൾ കഴിയുന്നുണ്ട് NDA സഖ്യത്തിന് എന്നത് പ്രധാനമാണ്. 68-ലേക്ക് അവർ ഉയർന്നു. 42-68 വ്യത്യാസം വളരെ വേഗത്തിൽ NDA കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നത് കാണേണ്ട കാര്യമാണ്. ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ബീഹാറിലെ രാജ്യത്തെ BJP പ്രവർത്തകർക്കും അനുഭാവികൾക്കും ആഹ്ലാദിക്കാൻ കഴിയുന്ന, NDA അനുഭാവികൾക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്ന ഫലസൂചനകൾ ആദ്യം തന്നെ വന്നു തുടങ്ങുകയാണ്. പക്ഷേ ബീഹാർ ഇതിനു മുൻപ് വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇത് ജനവിധിയുടെ മൊത്തം പ്രകടരൂപമാണ്, അല്ലെങ്കിൽ ഉദാഹരണമാണ്, അല്ലെങ്കിൽ പ്രതിഫലനമാണ് എന്ന് പറയാൻ കഴിയുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. അധികം സീറ്റുകളിൽ പോസ്റ്റൽ വോട്ടുകളിൽ ലീഡ് ചെയ്യുന്നു എന്ന് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഇരട്ടിയാക്കേണ്ടതാ. 43 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യം മുന്നേറിയിട്ടുണ്ട്. യെസ്, അവർ കൂടി വരുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി വേഗത്തിൽ ഇന്ത്യ സഖ്യത്തിന് നമ്പർ കൂടുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 43-69 26 സീറ്റിന്റെ വ്യത്യാസം പക്ഷേ ഇപ്പോഴും 26 സീറ്റിന്റെ ചെറിയ വ്യത്യാസമല്ല, അതും പോസ്റ്റൽ ബാലറ്റിന്റെ കണക്കാണ്. ഈ കണക്കൊന്ന് നിലനിർത്തു. സ്ക്രീനിൽ BJP 43 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. JDU 27 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ലോക് ജനശക്തി പാർട്ടി 3 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. HAM 1 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. RLM 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അപ്പുറത്ത് മഹാഗഡ്ബന്ധൻ എടുത്താൽ RJD 36 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. സിംഗിൾ ലാർജസ്റ്റ് RJD ആണ്. അല്ല, സിംഗിൾ ലാർജസ്റ്റ് BJP ആണ്. 43 സീറ്റ്. RJD 36 ലീഡ് ചെയ്യുന്നു. അപ്പുറത്ത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഇപ്പുറത്ത് കഴിഞ്ഞ തവണ അങ്ങനെയാണല്ലോ. അധികാരം NDA സഖ്യത്തിന് വലിയ കക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ അത് RJD. അതേ നില നമുക്ക് ഇപ്പുറത്തും കാണാൻ പറ്റും. 36 സീറ്റിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് RJD ആണ്. BJP വലിയ കക്ഷിയായിട്ട് പോലും ലീഡ് ചെയ്യുന്നത് ഇവിടെ അപ്പുറത്ത്. അവർക്ക് സഖ്യത്തിന് ലീഡുള്ളപ്പോഴും അതിലെ ലീഡ് ചെയ്യുന്ന പാർട്ടിയായി BJPക്ക് NGBയിലെ RJDയുടെ അത്രയും ലീഡില്ല എന്നത് കാണേണ്ട കാര്യമാണ്. അതൊന്ന് കാണിക്കുമോ? സ്ക്രീനിലൊന്ന് കാണിക്കുമോ? ആ സ്പ്ലിറ്റ്, ആ ഡീറ്റെയിൽഡ് സ്പ്ലിറ്റ് ഒന്നുകൂടെ കാണാം. എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതായത് മൊത്തം 44-72 NDAയുടെ വോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 72 സീറ്റിൽ അവർ ലീഡ് ചെയ്യുന്നുണ്ട്. 68 അവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വേഗത ഇവിടെ, വളർച്ചാ വേഗതയുടെ വേഗത ഇന്ത്യ സഖ്യത്തിന് മഹാഗഡ്ബന്ധന് കൈവരിക്കാൻ കഴിയുന്നില്ല എന്നത് പ്രത്യേകം കാണേണ്ട കാര്യമാണ്. ആ ഡീറ്റെയിൽഡ് സ്പ്ലിറ്റ് ഒന്നുകൂടെ സ്ക്രീനിൽ വന്നാലാണ് കാണാൻ കഴിയുക. BJP 44, BJPയുടെ നമ്പർ കൂടിയിപ്പോ RJD. കാരണം അപ്പുറത്ത് മൊത്തം അവരുടെ സഖ്യത്തിന്റെ വോട്ട് ലീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. BJP 44, JDU 27. കോൺഗ്രസ് 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് 2 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി ആരോപണം സ്വാധീനിച്ചിട്ടില്ല. ഇല്ല എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ഇളക്കി മറിച്ചുള്ള വോട്ട് അധികാർ യാത്ര നടത്തിയ ശേഷം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൂടി അവിടെ ആകമാനം ഇളക്കി മറിക്കുന്ന യാത്ര നടത്തിയ ശേഷവും കോൺഗ്രസിന് 2 സീറ്റിൽ, കഴിഞ്ഞ തവണ 71 സീറ്റിൽ പിടിച്ചു വാങ്ങിയ കോൺഗ്രസ് വളരെ പത്തറ്റിക് ആയിട്ടുള്ള പെർഫോമൻസാണ് അവിടെ നടത്തിയത് എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ടുകൂടിയാണ് കഴിഞ്ഞ തവണ അധികാരം നഷ്ടപ്പെടുന്നത് കേട്ടോ. ഇത്തവണ അതുകൊണ്ടാണ് കോൺഗ്രസിന് പരമാവധി വഴങ്ങേണ്ടതില്ലായിരുന്ന തീരുമാനം തേജസ്വി എടുക്കുകയും അതൊരു ബഹളമായി മാറുകയും ചെയ്തത്. എന്തായാലും ഇപ്പോഴത്തെ കണക്കെടുക്കുമ്പോൾ 46-74 അതിൽ തന്നെയും കോൺഗ്രസിന്റെ പെർഫോമൻസ് പത്തറ്റിക്കാണ്. 2 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. 44ഓളം സീറ്റുകൾ ലീഡ് ചെയ്യുന്നത് RJD എന്ന് പറഞ്ഞാൽ ലല്ലു പ്രസാദ് യാദവിന്റെ, തേജസ്വി യാദവിന്റെ പാർട്ടിയാണ്. ഇപ്പുറത്ത് NDA 74 സീറ്റുള്ളപ്പോൾ BJP ആണ് ഏറ്റവും കൂടുതൽ സീറ്റ് ലീഡ് ചെയ്യുന്നത് എന്നത് കാണുക. കഴിഞ്ഞ തവണയും BJPക്കായിരുന്നു NDA സഖ്യത്തിനകത്ത് നമ്പർ കൂടുതലെങ്കിലും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാവട്ടെ എന്ന വിശാല സമീപനം BJP അവിടെ സ്വീകരിക്കുകയായിരുന്നു എന്ന് കാണാം. കാരണം അതിൻ്റെ ആവശ്യം അവർക്കുണ്ടായിരുന്നു. ഇത്തവണ സത്യത്തിൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർ വലിയ പാർട്ടിയായാൽ അവർക്ക് അവരുടെ മുഖ്യമന്ത്രി നിർദ്ദേശിക്കാൻ കഴിയും. പക്ഷേ ചെറിയ ഒരു പ്രശ്നമുള്ളത്, BJP കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്, നരേന്ദ്രമോദി 3ാമതും പ്രധാനമന്ത്രിയായി ഇരിക്കുന്നത് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ദയാവായ്പിലാണ്. അപ്പോൾ നിതീഷ് കുമാറിനെ വിരട്ടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടാക്കുകയോ അദ്ദേഹത്തിന് മേലെ എന്തെങ്കിലും കയറി ഒരു തീരുമാനം എടുക്കാൻ ശ്രമിച്ചാൽ, ഈ മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ഒക്കെ ചെയ്തതുപോലുള്ള സമയം ഇത്തവണ നോർമലി പറ്റുന്നതാണ്. പക്ഷേ കേന്ദ്രത്തിൽ പാളിപ്പോയത് കൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം സംശയമാണ്. അല്ലെങ്കിൽ നിതീഷ് തീരുമാനിക്കണം, മതി, ദൈവം അടുത്തു, ഇനിയിപ്പോൾ അവർ ഭരിക്കട്ടെ എന്ന് തീരുമാനിക്കണം. പക്ഷെ അത് നിതീഷ് തീരുമാനിക്കുമോ എന്നറിയില്ല. കുർസി കുമാർ എന്ന് പറഞ്ഞ മനുഷ്യൻ, കസേരകളുടെ രാജകുമാരനായിട്ടുള്ള അദ്ദേഹം ആ ആഗ്രഹം മാറ്റിവെക്കുമോ എന്നറിയില്ല. 20 വർഷമായി മുഖ്യമന്ത്രി പദത്തിൽ ആവർത്തിച്ചു തുടരാൻ അദ്ദേഹം കളിച്ച കളികൾ എന്തുമാത്രം അരോചകമായിരുന്നു, നാണം കെട്ടതായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേഴ്സ് എന്ന കോളത്തിൽ കാണുന്ന 6 പേരുണ്ടല്ലോ, അതിൽ 2-3 സീറ്റുകളിൽ പ്രശാന്ത് കിഷോർ ലീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സീറ്റിൽ OICയും 2 സീറ്റുകളിൽ അസദുദ്ദീൻ OICയും ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ത്യ സഖ്യം 51 സീറ്റിൽ ലീഡുണ്ട്. പക്ഷേ NDA ലീഡ് ഇന്നലെ 75ലേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പോൾ. 75-51. അപ്പോൾ വലിയ വ്യത്യാസമുണ്ട്. ഈ ഒരു ട്രെൻഡ് EVM-ൽ തുടരുമോ എന്നാണ് അവർ ഉറ്റുനോക്കുന്നത്. EVM തുറക്കുമ്പോൾ എന്താകും കഥ? ഇത് മാറി മറിയുമോ ഹരിയാനയിലെ പോലെ?